വെൽക്കം ബാക്ക് ടു റിയാൻസ് പാൻട്രി. ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം. നമുക്ക് കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് നമ്മുടെ ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പും ബീഫും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കുക്കർ അടിച്ച് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. വിസിലൊക്കെ വന്ന് നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആറിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അത് നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ അടിപൊളി സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സെറ്റായിട്ടുള്ള നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ബീഫിൻ്റെ കൂടെ ഏത് സാധനവും അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കിവിടെ ഇഡലിയുടെ കൂടെ നമ്മുടെ ബീഫ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡലി ഒന്ന് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ തട്ടിലും മാവ് ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇഡലി എടുക്കാം. അങ്ങനെ നമ്മുടെ ഇഡലിയും ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫും ഈ ഇഡലിയും കൂടി കൂട്ടി അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു, ബൈ.